ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഷൻ ഉള്ള ചാപ്റ്ററിലെ ചെറിയൊരു ടോപ്പിക്, പക്ഷേ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചെറിയൊരു ഡെറിവേഷനാണ്. അതായത് നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഒരു റിലേഷൻ. ആ റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ ഒരു ഹെൽപ്പൊക്കെ ആവശ്യമുണ്ട്. നമുക്കതെങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. അധികം ഡിലേ ആക്കണില്ല. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എടുത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ രണ്ട് പ്ലെയിൻസ് കാണാനില്ല, നിങ്ങൾ സ്ക്രീനിൽ കാണാൻ രണ്ട് പ്ലെയിൻസ് അല്ലേ. ആ പ്ലെയിനുകൾ ആക്ച്വലി ദേ ആർ ദ സ്മോൾ പാർട്ട് ഓഫ് എ ബിഗ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. മനസ്സിലാണല്ലോ? അതായത് വലിയൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ചെറിയ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഫോക്കസ്ഡ് ആക്കി വരച്ചേക്കണം, ഹൈലൈറ്റ് ചെയ്ത് വരച്ചേക്കുന്നതാണ് ചെറിയ ഭാഗങ്ങൾ കേട്ടോ. അല്ലാണ്ട് രണ്ട് പാരലൽ ആയിട്ടുള്ള പ്ലെയിനുകളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡെറിവേഷൻ മീനിങ്ലെസ് ആണ്. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും ഇവിടെ. അപ്പോൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഓക്കെ, രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. അതിൽ താഴെയുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പൊട്ടൻഷ്യൽ വി എന്നും മുകളിലുള്ളതിന്റെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി. അപ്പോൾ ചെറിയൊരു വ്യത്യാസം, അവർ തമ്മിൽ പൊട്ടൻഷ്യൽസിൽ ചെറിയൊരു വ്യത്യാസം. അതുപോലെ തന്നെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അവർ ചെറിയൊരു ഒരു ഡിസ്റ്റൻസിലാണ് എടുക്കണം. ആ ഡിസ്റ്റൻസ് നമുക്ക് ഡി എൽ എന്ന് വിളിക്കാം. ഡി എൽ ഡിസ്റ്റൻസ് ആണ് ഡി എൽ. അപ്പോൾ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി എൽ. താഴെയുള്ള ആളുടെ പൊട്ടൻഷ്യൽ വി എന്നും മുകളിലുള്ള ആളുടെ പൊട്ടൻഷ്യലിനെ വി പ്ലസ് ഡി വി എന്നും നമ്മൾ വിളിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? വി പ്ലസ് ഡി വി എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി താഴെയുള്ള ആ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ മേലെ ഒരു പോയിന്റ് എടുത്തിരിക്കുക, എ എന്നുള്ള പോയിന്റ് എടുത്തിരിക്കും. മുകളിലുള്ളതിന്റെ മേലെ ബി എന്നുള്ളൊരു പോയിന്റ് എടുത്തിരിക്കും. എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് ഒരു ചാർജിനെ നീക്കാൻ പോകണം. അപ്പോൾ ചാർജ് എത്രത്തോളം ഡിസ്റ്റൻസ് നീങ്ങേണ്ടി വരും? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്ര ഡിസ്റ്റൻസ് തന്നെ നീങ്ങേണ്ടി വരും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി എൽ ആണ് അല്ലേ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡി എൽ. അത്രയും ഡിസ്റ്റൻസ് തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ആർക്ക് നീങ്ങേണ്ടി വരും? നമ്മുടെ ചാർജിന് നീങ്ങേണ്ടി വരും. അപ്പോൾ നമ്മൾ നീക്കാൻ പോകുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റ് ചാർജാണ്. ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ നീക്കാൻ പോകുന്നത്. അപ്പോൾ ടെസ്റ്റ് ചാർജ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ ടെസ്റ്റ് ചാർജ്? Q0. Q0നെ നമ്മൾ നീക്കാൻ പോകുന്നത്. നമുക്കറിയാം, നീക്കണമെന്നുണ്ടെങ്കിൽ വസ്തുവിനെ നീക്കണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ ഒരു ചാർജ് നീക്കണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ഡു സം എമൗണ്ട് ഓഫ് വർക്ക്. വർക്കിന് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ നമ്മൾ എളുപ്പത്തിനായിട്ട് കോസ് തീറ്റ എടുക്കണില്ല, തീറ്റ എന്നുള്ള ആംഗിൾ 0 കൊടുക്കണം. അപ്പോൾ കോസ് 0 1 ആയിട്ട് പോകും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ എന്നുള്ള ഒരു അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഡെറിവേഷൻ നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വർക്ക് ഡൺ ആണ് ഇക്വേഷൻ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ W ഈക്വൽ ടു സാധാരണ ഒരു ഇക്വേഷൻ, സാധാരണ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ബട്ട് ഹിയർ F is the electrostatic force and displacement is the distance between two equipotential surfaces. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? W ഈക്വൽ ടു F ഇൻറ്റു ഡി എൽ എന്ന് എഴുതിയിട്ട് F ഇൻറ്റു ഡി എൽ. ഓക്കെ, F ഇൻറ്റു ഡി എൽ. ഡി എൽ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ബട്ട് F ഈക്വൽ ടു, എഫിൻ്റെ വാല്യൂ എന്താ? ചാർജ് Q0 അല്ലേ. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്താണ്? Q0 ഇൻറ്റു ഇ. Q0 ഇൻറ്റു ഇ. എഫിൻ്റെ വാല്യൂ Q0 ഇൻറ്റു ഇ. therefore W ഈക്വൽ എന്ത് എഴുതാം? Q0 E dl. W ഈക്വൽ ടു Q0 E dl. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എഴുതുക. ഇക്വേഷൻ നമ്പർ 1, W ഈക്വൽ ടു Q0 E ഇൻറ്റു dl. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേ വർക്ക് ഡൺ തന്നെ, ഇതേ വർക്ക് ഡൺ എയിൽ നിന്ന് ടെസ്റ്റ് ചാർജിനെ നീക്കാനായിട്ട് ബിയിലേക്ക് നീക്കാനായിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന അതേ വർക്ക് ഡൺ തന്നെ വേറെ മെത്തേഡിൽ ചെയ്യണം. ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? W ഈക്വൽ ടു എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. W ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹിയർ ചാർജ് ഈസ് Q0 and potential difference is VA minus VB. VA minus VB. ആരാണ് VA? VA is the
potential at the point A and VB is the potential at the point B. അപ്പോൾ W in terms of, that is work done in terms of potential difference, W equal to എന്ത് എഴുതാം, Q0 into VA minus VB. VA minus VB. എന്താ VA minus VB എടുക്കാൻ കാരണം എന്നൊക്കെ സംശയം വരാം. കാരണം നമ്മൾ ഈ പൊട്ടൻഷ്യൽ എന്നുള്ള ചാപ്റ്ററിൽ ഇനീഷ്യൽ മൈനസ് ഫൈനലാണ് ചെയ്യുന്നത്. മിക്കവാറും കേസുകളിൽ എന്തിനാണ് ഇനീഷ്യൽ മൈനസ് ഫൈനലാണ് ചെയ്യുന്നത്. ചില പ്രോബ്ലം സെക്ഷനിലൊക്കെ മാത്രമേ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യണുള്ളൂ. അപ്പോൾ ഇനീഷ്യൽ മൈനസ് ഫൈനൽ. അപ്പോൾ എവിടെ നിന്നാണ് ചാർജ് ഇതിനെ നീക്കുന്നത്? എയിൽ നിന്ന്. എവിടേക്കാണ് നീങ്ങുന്നത്? ബിയിലേക്ക്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആരാണ്? എ ആണ്. രണ്ടാമത്തെ പോയിന്റ് ആരാണ്? ബി ആണ്. ഇനീഷ്യൽ പോയിന്റ് എ, അവിടുത്തെ പൊട്ടൻഷ്യൽ ബി. ഫൈനൽ പോയിന്റ് ബി, അവിടുത്തെ പൊട്ടൻഷ്യൽ ബി ബി. അപ്പോൾ ഇനീഷ്യൽ മൈനസ് ഫൈനൽ എന്ന് പറയുമ്പോൾ വി എ മൈനസ് വി ബി. ക്ലിയർ അല്ലേ? വി എ മൈനസ് വി ബി. അപ്പോൾ W ഈക്വൽ ടു Q0 ഇൻറ്റു വി എ മൈനസ് വി ബി. ബട്ട് വി എ എന്ന് പറഞ്ഞാൽ ആരാ? വി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ അറ്റ് ദ ലോവർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതായത് വി എക്ക് പകരം വി എന്ന് കൊടുക്കാം, വി ബിക്ക് പകരം കൊടുക്കാം വി പ്ലസ് ഡി ബി എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ തോന്നും W ഈക്വൽ ടു, ഓക്കെ. അപ്പോൾ വി എക്ക് പകരം വി എന്ന് കൊടുത്തു, വി ബിക്ക് പകരം വി പ്ലസ് ഡി ബി എന്ന് കൊടുത്തു. അപ്പോൾ ആ ഡബ്ല്യുവിൻ്റെ പ്ലേസിലുള്ള വി എ മൈനസ് വി ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? വി എ മൈനസ് വി ബിക്ക് പകരം കൊടുക്കാം വി മൈനസ് വി പ്ലസ് ഡി ബി, വി മൈനസ് വി പ്ലസ് ഡി ബി. വി എ മൈനസ് വി ബിക്ക് പകരം വി മൈനസ് ബ്രാക്കറ്റ് ആണ് വി പ്ലസ് ഡി. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ത് വരും? W ഈക്വൽ ടു Q0 ഇൻറ്റു വി മൈനസ് വി പ്ലസ് ഡി ബി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്ത് എഴുതാം? ഈക്വൽ ടു Q0 ഇൻറ്റു വി മൈനസ് വി മൈനസ് ഡി ബി. പ്ലസ് വിയും മൈനസ് വിയും കട്ടായി പോകും. ബാക്കി നമുക്ക് ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്ത് വരും? മൈനസ് Q0 ഇൻറ്റു ഡി ബി എന്ന് വരും അല്ലേ? മൈനസ് Q0 ഇൻറ്റു ഡി ബി. അപ്പോൾ W ഈക്വൽ ടു തോന്നുന്നു ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് W ഈക്വൽ ടു മൈനസ് Q0 ഇൻറ്റു ഡി ബി. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ എന്തായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 ഏതായിരുന്നു? W ഈക്വൽ ടു Q0 E ഇൻറ്റു ഡി എൽ. രണ്ടാമത്തെ W ഈക്വൽ ടു മൈനസ് Q0 ഇൻറ്റു ഡി ബി. ആ രണ്ട് ഇക്വേഷൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്യണം. ഓൺ കമ്പയറിംഗ് ദോസ് ടു ഇക്വേഷൻസ് വി ഗെറ്റ് Q0 E ഇൻറ്റു ഡി എൽ ഈക്വൽ ടു മൈനസ് Q0 ഇൻറ്റു ഡി ബി. Q0 ക്യാൻസൽസ് ഈച്ച് അതർ. Q0 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? E ഇൻറ്റു ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി വി. E ഇൻറ്റു ഡി എൽ ഈക്വൽ ടു മൈനസ് ഡി വി. അതിൽ നിന്ന് ഇയുടെ വാല്യൂ എന്ത് എഴുതാം? E ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എൽ. മൈനസ് ഡി വി ബൈ ഡി എൽ. ദാറ്റ് ഈസ് എ ഇക്വേഷൻ വിച്ച് റെപ്രസെൻറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. E ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി by dl. dv by dl. ക്ലിയർ അല്ലേ? എന്താണ് ഈ മൈനസ് ഡി വി ബൈ ഡി എൽ എന്നുള്ള കേസ്? അത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഡി വി ബൈ ഡി എൽ എന്താ പറയുക അല്ലേ? ഡി വി ബൈ ഡി എൽ എന്താ? ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ, ഡി എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയാം അല്ലേ? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ് എന്ന് വിളിക്കും. നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിനിടെ കൂടെ ചെറുതായിട്ടൊന്ന് പറയാം. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ചേഞ്ചിനെ ടൈം കൊണ്ട് ഡിവൈഡ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് വിളിക്കും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ മാസ് കൊണ്ട് ഡിവൈഡ് ആണെങ്കിൽ സ്പെസിഫിക് എന്ന് വിളിക്കും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ആണെങ്കിൽ ഡെൻസിറ്റി എന്ന് വിളിക്കും. സിമിലർലി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ചിന് നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ബൈ ഡി എൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഡി വി ബൈ ഡി എല്ലിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഡി വി ബൈ ഡി എൽ ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സോ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി എൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് potential. Electric field can be considered as the negative gradient of potential. ഈ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, പക്ഷേ പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് എടുത്ത് കഴിഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അതൊന്ന് മനസ്സിലാക്കി കേട്ടോ. അതാണ് നമ്മൾ മുമ്പ് ഒരു കാര്യമാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡുമായി
ഇലക്ട്രിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ വെക്ടറും സ്കെയിലറും തമ്മിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഡയറക്റ്റ് ഈക്വലിന്റെ അപ്പുറത്ത് നമുക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കാൻ പറ്റില്ല, വെക്ടറിനെ സ്കെയിലറിന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള പൊട്ടൻഷ്യലിന്റെ ഗ്രേഡിയന്റ് എടുത്തപ്പോൾ അത് എന്തായിട്ട് മാറി? അത് വെക്ടറായിട്ട് മാറി. ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി വെക്ടറാണ്. ഇപ്പൊ രണ്ട് സൈഡും LHSഉം RHS എന്തായി? വെക്ടർ ക്വാണ്ടിറ്റികളായി. അതാണ് ഒരു സ്പെഷ്യൽ ടൈപ്പ് റിലേഷനാണ് അത്. ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും റിലേഷൻ പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് റിലേഷനാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യലുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിലേഷൻ ഒക്കെ എന്ന് വിചാരിക്കും. എന്താ ഇപ്പോൾ നമ്മൾ റിലേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത്ര അധികം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിലുള്ള 2-3 ഇക്വേഷൻസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഞാനിതിൽ ഇത്രയും ഉൾക്കൊള്ളിക്കാൻ സൗകര്യമുള്ളത് കൊണ്ട് മാത്രം ഇത്രയും സ്റ്റെപ്പുകളൊന്നും എലിമിനേറ്റ് ചെയ്യാണ്ട് ചെയ്യിച്ചു. നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകൾ ഇത്രേ ഉള്ളൂ. ആദ്യത്തെ വർക്ക് W = Q0 E × D ഡയറക്റ്റ് എഴുതാം. ആൻഡ് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ വർക്ക് ക്യാൻ ബി റിട്ടൺ ആസ് W = Q0 × V - V + dV. ഓക്കെ, അതിൽ നിന്ന് W = -Q0 × dV എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഫ്രം ഇക്വേഷൻ നമ്പർ 1 and 2 Q0 E × dl = -Q0 d. Q0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ E കൊണ്ട് -dv/dt കിട്ടും. പക്ഷേ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്രയും ചെറിയ സ്റ്റെപ്പുകളിൽ ഡെറിവേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ഇത്ര ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് റിലേഷൻ. ഇനി ആ റിലേഷൻ്റെ എക്സ്പ്ലനേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ? അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമുക്ക് കേസ് നമുക്ക് എക്സ്പ്ലനേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ? അതായത് നെഗറ്റീവ് എന്നുള്ളൊരു സൈൻ വന്നിട്ടില്ലേ? നെഗറ്റീവ് സംടൈംസ് ഇറ്റ് ഡിനോട്ട്സ് അട്രാക്ഷൻ ഒക്കെ കാണിക്കാറുണ്ട്. അട്രാക്ഷൻ കാണിക്കും. സംടൈംസ് ഇറ്റ് ഡിനോട്ട്സ് ദ ഡിക്രീസിങ് സിമ്പിൾ അല്ലേ? ഡിക്രീസിങ്ങിനെ കാണിക്കാനായിട്ടാണ് അത് നെഗറ്റീവ് സൈൻ ഉള്ളത്. ഇവിടെ ഡിക്രീസിങ് തന്നെയാണ്. അപ്പോൾ ആര് ഡിക്രീസ് ചെയ്യുന്നു? ആരാണ് ഡിക്രീസ് ചെയ്യുന്നത്? ആരുടെ കൂടെ നെഗറ്റീവ് സൈൻ എടുക്കുന്നത്? പൊട്ടൻഷ്യലിൻ്റെ കൂടെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യണം. എങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. പൊട്ടൻഷ്യൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അവിടെ എഴുതിയത്. ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഓൾവേസ് ഡിക്രീസസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഓൾവേസ് ഡിക്രീസസ് ഇൻ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ആരാണ്? ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എപ്പോഴും കുറയും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏത് ദിശയിലേക്ക്, ഏത് ഡയറക്ഷനിലേക്ക് മാറുമ്പോഴാണോ കുറയുന്നത്, അതാണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏത് ഡയറക്ഷനിലേക്ക് നീങ്ങുമ്പോഴാണോ കുറയുന്നത്, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് 2 തരത്തിലൊന്നും നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൾവേസ് ഡിക്രീസസ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ സെന്റൻസിന്റെ എക്സ്പ്ലനേഷൻ എന്താ പറയുക? അതിന്റെ മീനിങ് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിക്രീസിങ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കുറയുന്ന ദിശയിലായിരിക്കും. 2 തരത്തിലുള്ളതും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ, അതായത് കൺഫ്യൂഷനാണത് 2 തരത്തിൽ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ 2 തരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ തന്നെ നമുക്ക് ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ആ ഒരു എക്സ്പ്ലനേഷൻ, ആ ഒരു റിലേഷൻ്റെ എക്സ്പ്ലനേഷൻ. ഞാൻ ചെറിയൊരു ഫിഗർ ഒക്കെ കാണിച്ചിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ പറയാം. ഒരു പോസിറ്റീവ് പോയിന്റ് ചാർജാണ് നമ്മളൊരു ഫിഗറിൽ കാണിച്ചത്. അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ നോക്കിയാണ് ഇലക്ട്രിക് ഫീൽഡ് പറയാം ഡൈവേർജിങ് ആണ് അല്ലേ? ആ ഇലക്ട്രിക് ഫീൽഡ് 2 പോയിന്റ് തരണം എ ബി. നമുക്ക് അറിയാം ഒരു പോസിറ്റീവ് ചാർജ് എടുത്തേക്കണം. നമ്മൾ പോസിറ്റീവ് ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ് എ ആണ്. അതിന് കുറച്ച് അകലെയുള്ള പോയിന്റാണ് ബി. അപ്പോൾ തീർച്ചയായിട്ടും എ എന്നുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ കൂടുതലും ബി എന്നുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ കുറവാണ്.
എന്താ കാരണം? ചാർജിൽ നിന്ന് അകലം കുറയും തോറും പൊട്ടൻഷ്യൽ കൂടുകയും ചാർജിൽ നിന്ന് അകലം കൂടുന്നതോറും ചാർജിൽ നിന്ന് അകലം കുറയും തോറും പൊട്ടൻഷ്യൽ കൂടുകയും ചാർജിൽ നിന്ന് അകലം കൂടുന്നതോറും പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നാണ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ പൊട്ടൻഷ്യൽ കൂടുതലാണ്, ബി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കുറവാണ്. എ എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ബി എന്നും ബി എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ബി ബി എന്ന് വിളിക്കുക. സോ ബി എ ഗ്രേറ്റർ ദാൻ ബി ബി. ബി എ ഗ്രേറ്റർ ദാൻ ബി ബി എന്ന് അർത്ഥം എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോഴേക്കും പൊട്ടൻഷ്യൽ കുറയും. അതിൻ്റെ അർത്ഥം എന്താ? എയിൽ നിന്ന് ബിയിലേക്കാണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ശരിയല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നതോറും പൊട്ടൻഷ്യൽ കുറയാം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ദിശയാണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. ഇതുപോലെ നെഗറ്റീവ് ചാർജിൻ്റെ കേസ് പറയാം. നമ്മളൊരു നെഗറ്റീവ് ചാർജ് എടുത്തിരിക്കുക. നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇതുപോലെ എ എന്നുള്ള പോയിന്റ് ബി എന്നുള്ള പോയിന്റ് എടുത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെ എ ബി കേട്ടോ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എ തൊട്ടടുത്തുള്ള പോയിന്റ് തന്നെ, ബി അതിലുള്ള പോയിന്റ് തന്നെ. പക്ഷെ നെഗറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള പോയിന്റിലാണ് പൊട്ടൻഷ്യൽ എന്താവുന്നത്? കുറയുന്നത്. കാരണം നെഗറ്റീവ് ചാർജ് ഓൾറെഡി ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പം നെഗറ്റീവ് ചാർജിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ് ലോവർ പൊട്ടൻഷ്യൽ പോയിന്റും നെഗറ്റീവ് ചാർജിൽ നിന്ന് അകലുള്ള പോയിന്റുകളൊക്കെ എന്തായിരിക്കും? ഹയർ പൊട്ടൻഷ്യൽ പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ കുറയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിൽ നിന്ന് എയിലേക്ക് വരും തോറും പൊട്ടൻഷ്യൽ കുറയാൻ അർത്ഥം ബി ടു എ ആണ് ആരുടെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. നമുക്കറിയാം നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ്? കൺവേർജിങ് ആണ്. പോസിറ്റീവ് ചാർജിൻ്റെ എങ്ങനെയാണ്? ഡൈവേർജിങ് ആണ്. നിങ്ങൾക്കൊന്ന് വരച്ച് നോക്കാൻ വേണമെങ്കിൽ നെഗറ്റീവ് ചാർജ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ അടുത്തുള്ളൊരു പോയിന്റ് എന്ന് മാർക്ക് ചെയ്യുക, അതിൻ്റെ അകലുള്ള പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യുക. ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോഴാണ് പൊട്ടൻഷ്യൽ കുറയുക. അങ്ങനെ കുറയുന്നത് കൊണ്ടാണ് അതിൻ്റെ ഡയറക്ഷൻ കൺവേർജിങ് ആയത്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്തായത്? കൺവേർജിങ് ആയത്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ഇതുപോലെയുള്ള കുറേ ബന്ധപ്പെട്ട കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിലേക്ക് ആവശ്യമുള്ള 2 സെൻറ്റൻസുകളാണ് നമ്മൾ എക്സ്പ്ലനേഷനിൽ എഴുതിയത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഇനി അതിൻ്റെ മേലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഒന്നുകിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വളരെ ചെറിയ ടോപ്പിക്കാണ്. ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ കൂടുതൽ പറഞ്ഞത് മാത്രമാണ്. ഡെറിവേഷനിലെ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ചുരുക്കി പറഞ്ഞിരുന്നു. അതിലത്തെ സ്റ്റെപ്പുകളൊന്നും അവോയ്ഡ് ചെയ്ത് ബാക്കി നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പുകൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്നുള്ള ഡൗട്ട്സൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൗട്ട്സുകളൊക്കെ എന്തായാലും ക്ലിയർ ചെയ്ത് പോകും കേട്ടോ. നമുക്കൊരു നല്ല കാലം എന്തായാലും വരും. ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റാവുന്നൊരു നല്ല കാലം വരും. അതൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് നമുക്ക് എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരാനും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോണിലൂടെ ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാം. എന്തായാലും ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. താങ്ക് യു വെരി മച്ച്.